ഹലോ, ക്യൂൻ ഓഫ് ലവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളോട് സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. ആദ്യമേ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈസ്റ്ററിനനുബന്ധിച്ചുള്ള ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഗുൽബർഗയിലോട്ട് പോവാണ് കേട്ടോ. പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ പോകുമ്പോഴുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇന്ന് ഇറങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ 3 ദിവസത്തേക്ക് സ്കൂളിന് അവധിയാണ്. ഇന്നും നാളെയും മൺഡേ വരെ അവധിയാണ്. അപ്പം നാളെ ഇപ്പം പള്ളിയിൽ പോകണം. പള്ളിയിൽ ഓശാന ഞായറാഴ്ചയാണ്. അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ പള്ളിയിലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചെത്തുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മൺഡേ അവധിയാണ്, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അങ്ങനെ ഏതായാലും ഞങ്ങളിങ്ങനെ പോകുവാണ്. ഇന്നത്തെ ഉച്ചയൂണ് ഗുൽബർഗയിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അവിടെ നമ്മളെ സ്ഥിരം കയറുന്ന മലയാളി ദർബാറിൽ കയറി അവിടെ നിന്ന് ഊണ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാനിട്ടാണ് പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയും ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ വരുന്നത്. 25-ാം തീയതി ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചേട്ടന് എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണം, പുതിയ ഡ്രസ്സൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗുൽബർഗയിലെ എയർപോർട്ട്. ചെറിയൊരു എയർപോർട്ടാണ്. എന്നും ഫ്ലൈറ്റ് ഉണ്ട് ബാംഗ്ലൂർക്കും ഡൽഹിക്കൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ചെറിയൊരു ഫ്ലൈറ്റ് ഇങ്ങനെ ആകാശത്തൂടെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ചേട്ടൻ ഇങ്ങനെ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് ചേട്ടന് കറക്റ്റ് ആ ഒരു എയർപോർട്ടിൻ്റെ സൈഡ് എത്തുമ്പോഴത്തേക്കും അറിയാം കേട്ടോ. പിന്നെ അവൻ അത് തന്നെയായിരിക്കും പ്ലെയിൻ വരുന്നുണ്ടോ എന്നുള്ളൊരു എപ്പോൾ പോയാലും ഇങ്ങനെയാണേ. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. 1-2 പ്ലെയിൻ എന്തായാലും കാണുകയും ചെയ്യും കേട്ടോ. അതാണ് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഗുൽബർഗ എത്താനായി കേട്ടോ. നല്ലതായിട്ട് വിശക്കുന്നൊക്കെ ഉണ്ട്. രാവിലെ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചുവെങ്കിലും പിന്നെ 11 മണിയായപ്പം സാധാരണ ഒരു ചായയൊക്കെ അവധിയുള്ളൂ അങ്ങനെയൊക്കെ ഇട്ട് കുടിക്കുന്ന. ഇന്നേതായാലും അതൊന്നും കുടിച്ചില്ല. നേരെ ഗുൽബർഗ ചെന്നുവെച്ചിട്ട് ഭക്ഷണം വയറ് നിറയെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറ് പ്രതീക്ഷിച്ചാണ് പോയത്. ചോറ് കിട്ടി കേട്ടോ. ചോറ് പിന്നെ പിള്ളേർ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചു. ബിരിയാണി ഉണ്ടായിരുന്നു. നമുക്കിപ്പം നോയമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ ബിരിയാണി ഒന്നും കഴിച്ചില്ല. എന്തായാലും ഉച്ചയ്ക്കൊരു ഊണ് തന്നെയാണ് എപ്പോഴും പ്രിയം. അപ്പോൾ വണ്ടിയൊക്കെ സ്ഥിരം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഞങ്ങളിതാ നേരെ ഹോട്ടലിലോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് മിക്കവാറും ഇങ്ങനെ ഊണ് കഴിക്കുന്നതിനാണ് കേട്ടോ ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ എപ്പം ഉച്ച സമയത്തിടെ വന്നാലും ഈ ഒരു ഹോട്ടലിൽ കയറാറുള്ളൂ. നല്ല ചോറും കറിയൊക്കെ കിട്ടും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഷിജോ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് മേടിച്ചാൽ മതി എന്ന് തോന്നിയായിരുന്നു. ഞാൻ പൊറോട്ടയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതേ. അപ്പം ഞാൻ ഏതായാലും അന്നേരം പ്ലാൻ ചെയ്തായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പം ചോറും കറികളും തന്നെ മേടിക്കാമെന്ന്. അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചെറായിക്കും ചേട്ടനും പൊറോട്ട മുട്ടക്കറി ഓർഡർ ചെയ്തു. ഞങ്ങൾ സാദാ ചോറും നാടൻ ഊണ് കേട്ടോ. നാടൻ ഊണും പിന്നെ ഒരു ഓംലെറ്റും പറഞ്ഞായിരുന്നു. കാരണം നോൺ വെജ് ഒന്നും ഇപ്പോൾ കൂട്ടുന്നില്ലല്ലോ. ഈസ്റ്ററിനോടനുബന്ധിച്ച് നോമ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മുട്ട മാത്രമേ കൂട്ടുന്നുള്ളൂ. ബാക്കി നോൺ വെജൊക്കെ ഒഴിവാക്കിയേക്കുവാണ്. അപ്പം ഒരു ഓംലെറ്റും പറഞ്ഞു. അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വന്നും പോയി. കുറേ പേര് നമ്മളിങ്ങനെ എഴുന്നേക്കാൻ നോക്കി നിൽക്കുമായിരുന്നു ഇരിക്കാനായിട്ട്. അങ്ങനെ നല്ല റഷായിരുന്നു ഇന്ന് ഹോട്ടലിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഭക്ഷണം വരാനും ഒരുപാട് ലേറ്റായി. ഒരു 10-15-20 മിനിറ്റെങ്കിലും എടുത്തു നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം വരാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും പിള്ളേരിങ്ങനെ വന്നും പോയി നിൽക്കുവാണ് കേട്ടോ. എല്ലാം ഈ പഠിക്കുന്ന സ്റ്റുഡൻസാണ്. എന്ന് മനസ്സിലാകും നമ്മൾ ഈ ഒരു ഹോട്ടലിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എത്രമാത്രം മലയാളിക്കുട്ടികളിലൂടെ പഠിക്കുന്നുണ്ടെന്ന് കേട്ടോ. അങ്ങനെ അവസാനം കാത്തിരുന്ന് ഞങ്ങളുടെ ഊണെത്തി. ചോറും സാമ്പാർ പിന്നെ എന്തൊക്കെയോ ഒരു തോരൻ കറിയോ വഴുതനങ്ങ കൊണ്ടുള്ള തോരൻ കറിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇവർക്കും പൊറോട്ടയും നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. ചേട്ടന് വലിയ കറിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ പൊറോട്ട മൊത്തത്തിൽ വയറ് നിറച്ചും കഴിച്ചോളുവേ. എനിക്ക് ഓംലെറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ട ഓംലെറ്റ് ആക്കി തന്നത്. അങ്ങനെ ഞങ്ങളിത് ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. വയറ് നിറഞ്ഞു പോയി കേട്ടോ. അത്രയ്ക്ക് ചോറുണ്ടായിരുന്നു, കളയാൻ പറ്റുമല്ലോ. ഇതുകൊണ്ടോ ഇത്ര പിള്ളേരാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകാനായപ്പോഴത്തേക്കുണ്ട് ഇതേൻ്റെ വഴി സൈഡിൽ ഇങ്ങനെ ഈ വണ്ടികളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കുന്ന ആ ഒരു സൈഡിൽ ഞങ്ങൾ കണ്ടു കേട്ടോ.
അപ്പം ഏതായാലും ചെയ്യേണ്ട ബർത്ത്ഡേ ആണല്ലോ വരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു, അവന് വണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ബൊലേറ അങ്ങനെയുള്ള സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏതായാലും അവന് ഗിഫ്റ്റായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി മേടിച്ചു കൊടുക്കാമെന്ന്. അപ്പം ഞങ്ങൾ ഏതായാലും ഈ ഒരു വണ്ടി സെലക്ട് ചെയ്തു കേട്ടോ. അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് മേടിച്ച് തൂക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. എടുത്തപ്പോൾ അത്യാവശ്യം കനമുണ്ട് കേട്ടോ. എങ്ങനെ ഒരു വലിച്ച് വണ്ടിയുടെ ഉള്ളിൽ കയറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ റിലയൻസിലെത്തി കേട്ടോ. റിലയൻസിലെത്തി കുറച്ച് ഈസ്റ്ററൊക്കെയാണല്ലോ വരുന്നത്, കുറച്ച് അപ്പം ഉണ്ടാക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സ്മാർട്ട് ബസാറിലോട്ട് പോവുകയാണ്. റിലയൻസിൽ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നേരെ ഞങ്ങൾ സുഡിയോയിലോട്ട് പോവാണ് കേട്ടോ. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. സെറായിക്കും ചേട്ടനും ബർത്ത്ഡേ വകയായിട്ടും ഈസ്റ്ററിൻ്റെ വകയായിട്ടൊക്കെ ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് സുഡിയോയിലോട്ട് പോവുകയാണ് കേട്ടോ. പിള്ളേർക്ക് മിക്കവാറും സുഡിയോയിൽ നിന്ന് തന്നെയാണ് എടുക്കൽ. കാരണം നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല ലാസ്റ്റ് ചെയ്ത ക്ലോത്താണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ട് കേട്ടോ റിലയൻസിൽ നിന്ന് സുഡിയോയിലോട്ട്.
എന്തെങ്കിലും അത്യാവശ്യത്തിന് മേടിക്കാൻ പോയാൽ കിട്ടത്തില്ല എന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ ഇപ്രാവശ്യം സെറായ്ക്ക് പറ്റിയതൊന്നുമില്ലായിരുന്നു. പിന്നെ ജേഡിന് കിട്ടി കേട്ടോ. ജേഡിനൊരു ജോഡി എടുത്തു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇനി പോകുന്ന വഴിക്ക് ട്രെൻഡ്സ് ഉണ്ട്, അവിടെ കയറി വെച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിത് ട്രെൻഡ്സിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നോക്കി അവസാനം സെറായ്ക്ക് വേണ്ടത് സെറാ തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. നല്ല ഉടുപ്പാണ് എടുത്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗുൽബർഗയ്ക്ക് പോയ സമയത്ത് ഞങ്ങൾ വഴിക്ക് ഇങ്ങനെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അതുപോലെ തന്നെ 2-3 സ്ഥലത്ത് ഗുൽബർഗയ്ക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഈ കണിക്കൊന്നയുടെ ഇങ്ങനെ ഒരു ഭാഗം ഈ വീഡിയോയിൽ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിഷുവിൻ്റെ അന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതേൻ്റെ ഈ കണിക്കൊന്ന പറിച്ചെടുത്തു കേട്ടോ. പക്ഷെ അത് പറിച്ചെടുത്തപാട് സംഭവം വാടിപ്പോയേ. ഞാൻ അങ്ങനെ വാടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് പൂ വാടിപ്പോയത്. ഏതായാലും ആ പറിച്ച ആ ഒരു സമയം മനസ്സിൽ എന്തോ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇങ്ങനെ പൂത്ത് നിൽക്കാൻ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഇങ്ങനെ 2-3 സ്ഥലത്തുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. വീട്ടിൽ നിന്ന് ഗുൽബർഗയ്ക്ക് പോകുന്ന ആ ഒരു സമയമാണെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങി പറിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം ആ ഒരു സൈഡിൽ തന്നെയാണ്, അതായത് നമ്മൾ ആ പോകുന്ന ആ സൈഡിൽ തന്നെയാണ്. തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറം വന്നിട്ട് വേണമായിരുന്നു പറിക്കാനായിട്ട്. എന്നാലും വേണ്ടില്ല, മനസ്സിൻ്റെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമല്ലേ എന്ന് വിചാരിച്ച് വണ്ടിയൊക്കെ നിർത്തി പയ്യെ ഞാനിപ്പുറത്ത് ഷിജോയും എൻ്റെ പുറകെ വന്ന് വീഡിയോ എടുത്തു. ഞാൻ പറിച്ചു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ വരെയെങ്കിലും ഈ പൂ എത്തിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പകുതി എത്തിയപ്പോഴത്തേക്കും സംഭവം വാടാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഇത് കണ്ട് ഇപ്പം നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ടേ. കുറച്ചുകൂടെ അങ്ങ് എത്തിയപ്പോഴത്തേക്കും പിന്നെ നല്ല ചൂടുമല്ലായിരുന്നോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് അങ്ങ് വാടിപ്പോയി. ആ ഒരു സമയം കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ അത് വെച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ടൗൺഷിപ്പിൽ എത്തി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കിടങ്ങ് കേട്ടോ. ഓക്കെ ദെൻ ബൈ.